നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതൊരു ചിത്രം വരച്ചൊരു പേപ്പറാണെന്ന്? പക്ഷേ ഇതല്ല, ഇതൊരു ബുക്ക്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ നമ്മുടെ പതിവ് പോലെ തന്നെയുള്ള ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ശർക്കര ഇട്ടിക്കണേ. അപ്പോൾ ഒരു അച്ച് ശർക്കര അത്രയും ചായക്ക് പാകമാണ് കേട്ടോ. ഒരു ഇത്തിരിയൊക്കെ ചിലപ്പോൾ ഒരു മധുരം കുറവുണ്ടാകുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കില്ല കേട്ടോ. ചില ശർക്കര ഒക്കെ ഉണ്ടല്ലോ ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിപ്പം ചെറുപ്പം വ്യത്യാസത്തിനൊക്കെ അനുസരിച്ച് മധുരം കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അങ്ങനെ വെച്ചുമ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പം എന്നും ഞാൻ വീഡിയോ ഒക്കെ ഇടും, നല്ല കുട്ടിയാണ് എന്നൊക്കെ വലിയ വീമ്പളക്കിയിട്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല അല്ലേ. അപ്പോൾ ഈ എഡിറ്റിങ് കുറച്ച് തീരാൻ ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേഗം തട്ടിക്കൂട്ടാൻ പറ്റുന്നതാണ് കേട്ടോ. ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ അപ്പുറത്ത് ചായ തളിച്ചിട്ട് അയക്കുള്ള പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. അത് കഴിഞ്ഞ് കടുക് ചേർക്കാൻ നോക്കുമ്പോഴാണ് കടുകിൻ്റെ പാത്രം കാണാനല്ല എന്ന് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒന്ന് സിമ്മിലാക്കിയിട്ടിട്ട് അതിലേക്ക് ഒന്ന് തെരഞ്ഞു നോക്കി, പക്ഷേ സംഗതി കാണാനില്ല കേട്ടോ. അതിൽ ഞാൻ പിന്നെ തീയൊക്കെ ഓഫ് ആക്കിയിട്ടിട്ട് പിന്നെ തെരച്ചിൽ തുടങ്ങിയ സംഗതി ഇന്നലെ ഏറ്റ് സിനിമോനെ കട്ടപ്പം അങ്ങോട്ട് കൊടുത്തത്. സിനിമോന് കിരിക്കിങ്ങോണ്ട് നിന്നത് ഇനി അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയിട്ടെന്ന് അറിയില്ല. ഇനി അതിൽ പിന്നെ ഏതായാലും ഞാൻ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് കടുക് വീണ്ടും ചട്ടിയൊക്കെ ഓണാക്കി കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ സവോള, ക്യാരറ്റ്, ഇഞ്ചി ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ റവ ചേർത്ത് ഒന്ന് വറുത്തിട്ട് പിന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കാം. ചില ദിവസം അങ്ങനെ ഉണ്ടാക്കും, ചില ദിവസം ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ റവ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും. മഞ്ഞൾപ്പൊടി മസ്റ്റാണ് കേട്ടോ. എനിക്ക് വെളുത്ത റവ ഉപ്പുമാവ് വലിയ ഇഷ്ടമല്ല, മഞ്ഞ കളറിൽ കാണാനാണ് ഒന്നും കൂടി ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് എണീച്ച് വന്നത്. അപ്പം എന്നാൽ പിന്നെ ഇനി ഒൽക്കൊക്കെയുള്ള ചായയൊക്കെ ഒന്നും ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഓൽക്കൊക്കെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ചായ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ മാത്രമല്ല ഓനും, ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചാണ് കേട്ടോ മിക്കവാറും ദിവസം ചായ കുടിച്ചാൽ. പിന്നെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ചെടി ഒക്കെ ഒന്ന് പരിപാലിക്കാം. കുറേ ദിവസമായി വെള്ളം ഒഴിച്ചെടുത്തിട്ടോ. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കലുള്ളൂ. മിക്കവാറും അങ്ങനെയൊക്കെ കൂടലുള്ളൂ കേട്ടോ. എല്ലാ ദിവസമൊന്നും കൂടലില്ല. ഇനിയിപ്പോൾ നേരെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മറന്നും പോകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉള്ളത് നശിപ്പിച്ച് കളയാനും പറ്റൂല. ഇതൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്ത് സുന്ദരമാക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പക്ഷേ വിചാരം മാത്രമേ നടക്കലുള്ളൂ കേട്ടോ. പുതിയ വരിക്ക് ഇതൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി ചട്ടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പുതിയ രീതിയിലാക്കിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ നിരീക്ഷലുണ്ട്. അങ്ങനെ ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കണ്ട് ഓലൊന്ന് ഉഷാറായിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. ഇവിടെ മുറ്റടിച്ച് വരികയാണ്. ഞാൻ ഈ മുറ്റത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞ വീഡിയോയിൽ ആ ഇലകളൊക്കെ ചുട്ടപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇമ്മരപ്പടിൻ്റെ നേരെ തീ ഇടാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് ഇല കൊയ്യും, ഓരോ ദിവസം അടിച്ച് വരുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇട്ടുകാണ്ട് ഇങ്ങോട്ട് ചുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഇട്ടിട്ട് ചുട്ടിട്ടില്ല കേട്ടോ. അപ്പുറത്ത് കൊണ്ടുപോയി വലിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടിട്ടാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പോയി ഓല അവിടെയാണ് പോകാൻ തെളിച്ചത്. ഓല അവിടെ വന്ന് തെളിച്ചത്. അപ്പോൾ സിനിമോനെ പിടിച്ചോണ്ടെന്ന് അകത്താക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചോറിനുള്ള തീയൊക്കെ പിടിപ്പിച്ചെടുത്തത്. അപ്പം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുക്കട്ടെ. ഇതൊരു നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതൊരു ചിത്രം വരച്ചൊരു പേപ്പറാണെന്ന്? പക്ഷേ ഇതല്ല, ഇതൊരു ബുക്ക്. കണ്ടില്ലേ, ഇതൊരു ബുക്കാണ്. കണ്ടില്ലേ, ഇതെന്താടി ചിത്രശലഭത്തിന്റെ പട്ട? ഇത് എന്താപ്പോ ഇതാ കണ്ടില്ലേ. ഏതായാലും കുറെ വരച്ച് വരയൊക്കെ കുറച്ചൊക്കെ വൃത്തിക്കും മെനക്കൊക്കെ ആയി വരുന്നുണ്ട്. ഇതൊക്കെ സ്വന്തം വരച്ചതാ? ഇതൊക്കെ നോക്കി
ഇവിടെ എന്താ ഇപ്പൊ കുഞ്ഞു ബുക്കല്ല വലിയ ബുക്ക് ഉണ്ടാക്കിയാണ്ട് നമ്മള് മാഗസിന് തയ്യാറാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ഹിമാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയ, പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതാണ് മായ്ക്കട. എല്ലാവർക്കും ഇങ്ങനത്തെ മായ്ക്കറബർ ടീച്ചർ. ഹിമക്ക് എന്താ കിട്ടിയ? ഫസ്റ്റ് കിട്ടിയ ഹിമക്ക് എന്താ കിട്ടിയ? ഹിമക്കും കിട്ടിയാണ്. എല്ലാവർക്കും തന്നെ? എല്ലാവർക്കും കിട്ടി. ഹിമക്ക് ട്രോഫി കിട്ടിയവർക്കൊക്കെ കിട്ടി. ഇറേസറാ മായ്ച്ചാൻ കഴിയൂ? ആ മായിനുണ്ടല്ലോ ടയർ ഇറേസർ അല്ലേ? ഇറേസർ എഴുതിയാണ് നമ്മൾ അടുത്ത കൊല്ലം ഉപയോഗിച്ചു. അടിപൊളി അടിപൊളി. എല്ലാവർക്കും എന്നിട്ട് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഈ ടയർ ഇറേസറാണ് ഗിഫ്റ്റ് കിട്ടിയല്ലേ? കിട്ടിയാണ്. എല്ലാവർക്കും അല്ല, ചിലവർക്ക്. എന്താ മാഗസീൻ ഉണ്ടാക്കിയവർക്ക്. അപ്പോൾ നോമ്പുങ്ങിച്ച് കിട്ടിയപ്പോൾ അതിൽ ഒരു മല്ലിൻ്റെ പാക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കഴുകി വെയിലത്തിടാൻ ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴുകി മേലെ കൊണ്ടുവന്നിട്ടിങ്ങനെ ഇതാകുമ്പോൾ എളുപ്പം ഇങ്ങോട്ട് ഇതാവും. ഇവിടെ ഇട്ട് പിന്നെ ഇങ്ങനെ പൊടിയും മണ്ണൊന്നും വല്ലാണ്ടാവില്ല കേട്ടോ. ജനുമോനുണ്ട്, നിയമോളും ഉണ്ട് അവിടെ ഇരിക്കണേ. നിയമോള് ആ വരക്കാനുള്ളതൊക്കെ ഏറ്റ് മേലൊക്കെ ഇങ്ങനെ പോന്നിക്കണേ. അപ്പോൾ ഇതുവരെ ഓളെടുത്ത് അവിടെ അടങ്ങിയിരിക്കുന്നു ജനുമോന്. അതാണ് ജനുമോനെ കാണാഞ്ഞത് കേട്ടോ. അപ്പോൾ മല്ലിയൊക്കെ ചിക്കി ഞങ്ങൾ പിന്നെ ഇനി താഴത്തേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ. മേലെ കുറേ നേരമൊന്നും നിൽക്കൂല, നല്ല വെയിലാണ്. പിന്നെ അതാണ് മേലെ നിന്നുള്ള കാഴ്ച. അങ്ങ് ദൂരെ മലകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ പറയലില്ലേ ഇവിടെ മാങ്ങാമൂച്ചിമേ പൂവിട്ടിക്കണ് കായ് ഇട്ടിക്കണ് എന്നൊക്കെ പറയണേ, ആ മാങ്ങാമൂച്ചി എന്ന് പറയരുത്, മാവ് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ മാവ്. നമ്മളിവിടെ മാങ്ങാമൂച്ചി അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ മാവ് ഇതാ ഒരു ഭാഗം കത്തിക്കരിഞ്ഞ നിലയിലാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉടമസ്ഥ തന്നെ അവിടെ തീയിട്ടതിനെ. അപ്പം ഒന്നായിട്ട് നല്ല ചൂടല്ലേ കേട്ടോ. അപ്പോൾ നല്ല ചൂടാണല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ചൂടും പ്രകൃതിൻ്റെ ചൂടും കൂടി ആയപ്പോഴേ അങ്ങോട്ട് കയറി തീയിൻ്റെ ആ ഒരു ആവി കൊണ്ട് കരിഞ്ഞു പോയതാണ് കേട്ടോ ആ മാവിൻ്റെ ഒരു ഭാഗം. ചോറൊക്കെ തീമിട്ട് കണ്ടാണ് കേട്ടോ ആ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചോറും വന്നിക്കണേ. ഇന്നിപ്പോൾ ചോറിന് കൂട്ടാണ്ടാക്കണത് സാമ്പാറും പിന്നെ വഴുതനങ്ങ ഉപ്പേരിയല്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതൊക്കെ പാടിയാണ്. ആ ഒരു കൊട്ട നിറച്ച് പച്ചക്കറി സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാ കഷ്ണങ്ങളും ഓരോന്ന് വെട്ടി വന്നപ്പോൾ അത്രയുമായി. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു 2 ദിവസത്തിൽ കണ്ടിട്ടുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഉള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിക്ക് മാറ്റും. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യமான സമയത്ത് എടുക്കുമ്പോൾ എടുത്തിട്ട് ചൂടാക്കുകയാണ് ചെയ്യുക. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ അപ്പം തന്നെ ചട്ടിയിലിട്ട് ചൂടാക്കലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആ തണുപ്പ് വിട്ടതിന് ശേഷം വേണം നമ്മൾ ചട്ടിയിലിട്ട് ചൂടാക്കാൻ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഞാൻ 1-2 ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയൂല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഓലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനിയത് നമ്മൾ ആ ഡയറക്റ്റായിട്ട് അപ്പം തന്നെ ചൂടാക്കണം, അതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ബാക്ടീരിയകൾ വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിനിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കൊക്കെ വേറെയും വൈകുന്നേരത്തിന് വേറെയും ഒരു 2 പാത്രത്തിലാക്കി വെച്ചാൽ മതി, നമുക്ക് ആവശ്യമാകുമ്പോൾ അപ്പോൾ മാത്രം എടുത്തുകൊണ്ടൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഒരുത്തന ആ പച്ചക്കറീൻ്റെ വേസ്റ്റ് കൊണ്ട് അപ്പുറത്തിരുന്ന് എനിക്ക് 28ൻ്റെ പണി ഉണ്ടാക്കി തരുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഇതുവരെ മുറ്റത്ത് കൂടെ ഇറങ്ങി പായന്നെ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് മക്കളിങ്ങനെ അടുത്ത് അവിടുന്ന് വെച്ചിമുളയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നാലെ ഓടാനുള്ള ശ്രമത്തിലാണ് കേട്ടോന്. അപ്പം എനിക്കാണെങ്കിൽ ഇന്ന് ഓട്ടമാണ്. എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോഴത്തേനും അവൻ്റെ പിന്നാലെ ഓടണം, അങ്ങനെ അതിന് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ വെട്ടി നുറുക്കി നമ്മുടെ പുതിയ പാത്രത്തിലാണ് കേട്ടോ ഇന്ന് സാമ്പാർ വെക്കണത്. പരിപ്പ് ഞാൻ അപ്പുറത്തതാ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടേനെ. പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ നമുക്ക് വീഡിയോ അല്ലേനല്ലോ, അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടേനെ, ഇന്ന് വീഡിയോ അല്ലേ, ഇന്ന് വീഡിയോ ഇല്ലെങ്കിൽ വിഷമാണ്, വീഡിയോ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്കും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടി കേട്ടോ. അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആൾക്ക്
താങ്ക് യു സോ മച്ച്. ചില ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ടായി കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. എന്നാലും ഞാൻ ഒന്നരാടം വെച്ചിട്ടെങ്കിലും വീഡിയോ ഇടാൻ മുടക്കാതെ ശ്രമിച്ച് നോക്കലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാ ദിവസമൊന്നും നമുക്ക് വിചാരിച്ച മാതിരിയൊന്നും എല്ലാതൊന്നും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഓരോരോ മുടക്കൊക്കെ ഇങ്ങോട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മുടെ വഴുതന ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഉപ്പേരി ഒന്നും വെച്ചാലേ ആരും തിന്നൂല. അത് നാളെ ആ കടിക്ക് ഇടാനേ പറ്റുള്ളൂ. അപ്പം എനിക്ക് തന്നെ ഇഷ്ടമല്ല കേട്ടോ വഴുതന ഉപ്പേരി വെക്കണത്. അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചാലേ ജനമോനാണ് കേട്ടോ ഒച്ച ഉണ്ടാക്കുന്നത്. ഫ്രൈ ആക്കി വെക്കുമ്പോൾ ആ മീൻ പൊരിച്ചതിനൊക്കെ ഒരു പകരാക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കാം. അപ്പം എന്നോടേ ഈ പുതിയ പാത്രം അതിൻ്റെ കൈയൊക്കെ ചൂട് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് ചൂട് കയറണമൊന്നുമില്ല കേട്ടോ. ആ കൈ ആ 2 പിടുത്തത്തിനും അതേപോലെ അടപ്പിൻ്റെ പിടുത്തത്തിനൊന്നും ചെറിയ നമുക്ക് പിടിച്ചാൽ പാകത്തിനുള്ളൊരു ചെറിയ ചൂടേ ആ ഒരു ഇതിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസേ ഇങ്ങനത്തെ വഴുതനങ്ങ കൊണ്ടുവന്നപ്പോൾ ഇതേപോലെ എന്തുണ്ടാക്കുന്നു ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ തപ്പിയപ്പോഴാണ് കേട്ടോ ഇതുകൊണ്ട് ഫ്രൈ ഉണ്ടാക്കാം എന്നും ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. അതിന് ശേഷം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ സാധനം കൊണ്ടുവരുന്ന അന്ന് പിന്നെ ഞാൻ ഇതേപോലെ ഫ്രൈ ആക്കി കൊടുക്കും. അന്ന് പിന്നെ ഇന്ന് മീനില്ലമ്മ എന്നുള്ള ചോദ്യമൊന്നും ചോദിക്കൂല കേട്ടോ. ഇത് മതി അവർക്ക് മീനിന് പകരമായിട്ട്. ഒരു കഷ്ണം മീനാണെന്നൊക്കെ വിചാരിച്ച് അത് കഴിക്കുക. അപ്പം നമ്മൾ മീനല്ലാത്ത വഴുതനൊക്കെ മസാലയൊക്കെ പറ്റി വെച്ചിരിക്കണേ കേട്ടോ. അപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിനിമോന് കുറേ അങ്ങനെ ഞാൻ പിന്നാലെ ഓടിയിട്ട് ഞാനിപ്പോൾ പിടിച്ചോണ്ടെന്നും കണ്ട് ഞാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഓന് ഞാൻ ഉണ്ടാക്കണതൊക്കെ ഒന്ന് നോക്കി നിന്ന് കണ്ട് അത്രയും സമയം എനിക്ക് ഓൻ്റെ പിന്നാലെ ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിടിച്ച് നിർത്തിക്കണം കേട്ടോ ഒക്കത്ത്. അപ്പം ഇനി വഴുതന ഫ്രൈ ചെയ്ത് എടുക്കുന്നത് നമ്മുടെ പുതിയ പാനിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പാത്രങ്ങൾ എന്തിനാ ഇപ്പം എടുക്കണത്, പുതിയ പെരിയിട്ട് പോയിട്ട് എടുത്താൽ പോരെ എന്നൊക്കെയുള്ള കമൻ്റൊക്കെ കാണുന്നുണ്ട്. പുതിയ പെരിയിട്ട് പോയി എടുത്താലൊക്കെ മതി, പക്ഷേ ഞാനിപ്പോൾ തന്നെയാണ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാത്രങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ബുഷറ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ സാമ്പാർ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.